എല്ലാവർക്കും നമസ്കാരം. ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സ്ഥിര നിയമനമാണ്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ലെവൽ 2 സാലറി സ്കെയിലാണ്. 9 വേക്കൻസി ഉണ്ട്. ബേസിക് സാലറിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. 18 മുതൽ 27 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, 30 വയസ്സ് വരെ ഒബിസിക്കും 32 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം. സിവിൽ മോട്ടോർ ഡ്രൈവർ ലെവൽ 2 ആണ് സാലറി സ്കെയിൽ. 13 വേക്കൻസി ഉണ്ട്. 27 വയസ്സ് വരെ അൺറിസർവ്ഡിനും 30 വയസ്സ് വരെ ഒബിസിക്കും 32 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. അടുത്ത MDS ആണ്. ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. 38 വേക്കൻസി ഉണ്ട്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് ലെവൽ 4 ആണ് സാലറി സ്കെയിൽ. 18 മുതൽ 27 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സൂപ്പർവൈസർ നെറ്റ്വർക്കിംഗ് ലെവൽ 5 ആണ് സാലറി സ്കെയിൽ. 1 വേക്കൻസി ഉണ്ട്. 18 മുതൽ 27 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ 5 ആണ് സാലറി സ്കെയിൽ. 4 വേക്കൻസി ഉണ്ട്. 18 മുതൽ 27 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ ലെവൽ 5 ആണ് സാലറി സ്കെയിൽ. 4 വേക്കൻസി ഉണ്ട്. ലൈൻമാൻ 2 വേക്കൻസി ലെവൽ 4 സാലറി സ്കെയിൽ. ബോട്ട് ബിൽഡർ ലെവൽ 2 സാലറി സ്കെയിലാണ്. 1 വേക്കൻസി ഉണ്ട്. പറഞ്ഞ ഇത്രയും തസ്തികയിലേക്കും 18 മുതൽ 27 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ടെക്നിക്കൽ അറ്റൻഡന്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ആണ്. 18 മുതൽ 25 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോവർ ഡിവിഷൻ ക്ലർക്കിന് +2 ആണ് ക്വാളിഫിക്കേഷൻ. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിവിൽ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ആണ്. +2 ക്ലാസ് പാസ് ഓർ ഇക്വൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡർ യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി ആയിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവറിലേക്ക്. MDSലേക്ക് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡിലേക്ക്. അടുത്ത സൂപ്പർവൈസർ നെറ്റ്വർക്കിംഗ് ആണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ മാസ്റ്റർ ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ +2 ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ ഡിപ്ലോമ ഇൻ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ +2 ആണ് ക്വാളിഫിക്കേഷൻ. സർട്ടിഫിക്കറ്റ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ലൈൻമാൻ +2 ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമയാണ് ചോദിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ബോട്ട് ബിൽഡർ +2 ക്വാളിഫിക്കേഷൻ. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. ടെക്നിക്കൽ അറ്റൻഡന്റ് അടുത്ത പോസ്റ്റ്. ITI പാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പ്ലസ് അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഓഫ്ലൈനായിട്ടാണ്. ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഫില്ലപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാം തുടങ്ങിയ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടെ ചെയ്യാം. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്